ഹായ് വെൽക്കം ബാക്ക്. അപ്പം നമ്മളിതാണ്ട് വീണ്ടും ഒരു കിഡിലൻ ഒരു കുഞ്ഞ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റത്തില്ല. എന്നാൽ കൂടി ഒരു കിഡിലൻ പക്ക ഫാമിലി പടം കണ്ട് ഒരു ഹാപ്പിനെസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പടത്തിന് ഒരു ലിറ്റിൽ ഹാർട്സ് ആണ്. ഷൈനികം മഹിമ നമ്പ്യാർ അവരുടെ ഒരു കോംബോയാണ്. എന്നാൽ അവരാണ് നായകനായിട്ട് വരുന്നത്. പക്ഷേ RDXനൊക്കെ ശേഷം ആ ഒരു കോംബോ ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഈ സിനിമയ്ക്ക് കയറുന്നത്. പക്ഷേ ഈ സിനിമയിൽ ഞാൻ പറയട്ടെ, ഷെയ്നേക്കാൾ കൂടുതൽ ഇതിൽ ഷൈൻ നിഗമുണ്ട്, ഷൈൻ ടോം ചാക്കോ ഉണ്ട്. പക്ഷെ ഷൈൻ നിഗമിനേക്കാൾ കൂടുതൽ ഒരു പടിയല്ല, ഒരുപാട് പടി മുകളിൽ അത്രമാത്രം പൊളിച്ചടുക്കിയിട്ടുണ്ട് ബാബുരാജ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കോംബോയാണ് എബി ട്രിസാപ്പോൾ, അതുപോലെ തന്നെ ആൻഡ്രോജോസ് പെരീരിയ. സ്റ്റോറി രാജേഷ് പിന്നാടൻ, സിനിമാറ്റോഗ്രഫി ലൂക്ക് ജോസ്, മ്യൂസിക് കൈലാഷ് മേനോൻ, പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് ആൻഡ് വിൽസൺ തോമസ്, പിന്നെ നൗഫൽ അബ്ദുള്ള എഡിറ്റർ നൗഫൽ അബ്ദുള്ള. ലിറ്റിൽ ഹാർട്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നിറച്ചു. അത് പോരാഞ്ഞിട്ട് ഞാൻ കണ്ട സിനിമ ഒരു ത്രൂ ഔട്ട്, അതായത് തുടങ്ങിയ ഒരു 5-6 മിനിറ്റ് തുടങ്ങുമ്പോൾ തന്നെ ഒരു കിഡിലൻ ഒരു ആനിമേഷനും, അതായത് ഒരു സ്റ്റോറി പറയുന്ന രീതിയിലാണ് ഭയങ്കര ഒരു കാമായ രീതിയിൽ തുടങ്ങിയിട്ട് ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ത്രൂ ഔട്ട് 5-8 മിനിറ്റ് കഴിയണ്ട, അതിന് മുമ്പ് തന്നെ സിറ്റുവേഷനിൽ കിഡിലൻ കോമഡികളുള്ള ഒരു കുഞ്ഞു സിനിമയാണ്. എന്നാൽ പൊളിറ്റിക്കലി ആണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഒരുപാട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സും ഇൻഡയറക്റ്റ് അല്ലാതെയും സിനിമയിൽ പറയുന്നുണ്ട്. നമ്മളത് നന്നായിട്ട് അത് സിനിമ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു തരത്തിലും ഒരു ലാഗിങ്ങോ ഒരു അലമ്പോ അങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഷൈനികും മഹിമ നമ്പ്യാരുടെ കോംബോ കിടിലനായിരുന്നു. അതുപോലെ തന്നെ അതിനു മുകളിൽ ബാബുരാജ് അന്യായം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ബാബുരാജിന്റെ ഒരു ഇല്ലെങ്കിൽ എന്താ ഒരു സാൾട്ടമപ്പിന് ശേഷം അദ്ദേഹം അതുപോലെയുള്ള 1-2 വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ വേറെ ലെവൽ, അതൊക്കെ മേലെ ഒരു ആക്ടറിനെ ഇത്രയും കാലമായിട്ട് പല രീതിയിലും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ബാബുരാജ്. ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള ഒരു അദ്ദേഹത്തിന്റെ പ്രകടനമായിരുന്നു. മൂപ്പരാണ് ഈ സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലീഗിലേക്ക് കൊണ്ടുപോയത്. ഒരു രക്ഷയില്ല. ബാബുരാജ് ചെയ്യുന്ന അവരുടെ കോംബോ കിട്ടലായിരുന്നു. അതുപോലെ തന്നെ മഹിമാന്റെ പേര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കോംബോയും വർക്കാണ്. അതുപോലെ തന്നെ രഞ്ജി പണിക്കർ, ഷമ്മി തിലകൻ, ജാഫർ ഇടുക്കി, അങ്ങനെ ഒരു പറ്റം നമുക്കറിയപ്പെടുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ഷൈൻ ടോം സാധാരണ സിനിമകളിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വേഷങ്ങളിൽ നിന്ന് മാറി കുറച്ചും കൂടി ഒരു ഇരുത്തം വന്ന ഒരു വേഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, സിനിമ ത്രൂ ഔട്ട് ഞാൻ നിന്ന തിയേറ്റർ എന്ന് പറയുമ്പോൾ ഫുള്ള് ക്രൗഡായിരുന്നു. ആ ക്രൗഡിന്റെ കൂടെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു വളരെ മോശം സിനിമ വരെ ഒരു മെഗാ ക്രൗഡിൽ, അതായത് നല്ല ആക്റ്റീവായ ക്രൗഡ് കൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഒരു സിനിമ നന്നാവുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ക്രൗഡിന്റെ കാര്യം പിന്നെ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടിങ് ആയിരുന്നു സിനിമയ്ക്ക് ക്രൗഡ്. അപ്പോൾ ആ ക്രൗഡ് നന്നാവുമ്പോൾ സിനിമ ഓൾറെഡി നമുക്ക് ഇഷ്ടപ്പെടും. ഓൾറെഡി ക്രൗഡ് നന്നായതിന്റെ പേര് മാത്രമല്ല, ഒരാ സിനിമ കണ്ടുകൊണ്ടിരിക്കാനും നമ്മളൊരു ഇടുക്കി ഇല്ലെങ്കിൽ ഒരു ഹൈ റേഞ്ച് പ്രദേശത്തെ ഒരു ഫീലിൽ അത്രമാത്രം വിഷ്വലൈസ് ചെയ്തിട്ട് ഈ സിനിമ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്ടുകളാണെന്നുണ്ടെങ്കിലും കൈലാസ് മേനോന്റെ കിഡിലൻ പാട്ടും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി ഒരു രക്ഷയില്ലാത്ത ലൂക്ക് ജോസാണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്നത്. വേറെ ലെവല് സിനിമാറ്റോഗ്രഫി. അതായത് നമുക്ക് അത്രയും പെർഫെക്റ്റ് ഫ്രെയിമിങ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അതായത് സിനിമയിൽ ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ, ഇൻ കേസ് സിനിമയിൽ നിങ്ങൾക്ക് ഒന്നും തോന്നിയില്ലെങ്കിൽ തന്നെ ആ വിഷ്വലൈസേഷൻ വേറെ ലെവലായിരുന്നു. ബാബുരാജിന്റെ പേരെ വന്നൊരു നടിയുണ്ട്, അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കൊച്ചുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നിങ്ങളെ മനസ്സ് മുഷിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് ലിറ്റിൽ ഹാർട്സ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പോയി കാണുക. ഫാമിലിയൊക്കെ പോയി കഴിഞ്ഞാൽ 100% ഹാപ്പിനെസ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുക കേട്ടോ. കാരണം അത്രമാത്രം ഒരു ഒരു ഫീൽ ഗുഡ് ഇല്ലെങ്കിൽ ഒരു കോമഡി, എന്നാൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ട് ഈ സിനിമയിൽ പറയുന്നുണ്ട്. സാന്ദ്ര തോമസ്, എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടങ്ങളിൽ ഹിറ്റ് നൽകിയ സാന്ദ്ര തോമസും വിജയബാബു കോംബോ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ അവരുടെ സിനിമകളൊക്കെ പലതും ഫിനാൻഷ്യലി സക്സസ് ആകാത്തൊരു സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഈ സിനിമ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ജനങ്ങളിലേക്ക് എത്തുമെങ്കിൽ 100% ഈ സിനിമ ഒരു ഫാമിലി ബ്ലോക്ക് ബസ്റ്റർ അടിക്കാൻ ചാൻസസ് ഉണ്ട്. ബാബുരാജ് വീണ്ടും പറയാണ്, എന്നെ ഏറെ തൃപ്തിപ്പെടുത്തിയതും ഏറെ സന്തോഷിപ്പിച്ചതും നമ്മളെ മാത്രമല്ല സിനിമ ത്രൂ ഔട്ട് ബാബുരാജിന്റെ മാനറിസവും അദ്ദേഹത്തിന്റെ ഒരു സ്ക്രീനിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുമ്പം ഓട്ടോമാറ്റിക് എത്ര മസിൽ പിടിച്ച് പ്രൊഫഷണലി സ്റ്റാൻഡേർഡ് ചെയ്ത് അവിടെ സീറ്റിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ഒന്ന് ചിരിച്ചു പോകും. ആ രീതിയിലൊരു പരിപാടി ബാബുരാജ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആക്ടറിനെ ഇനിയും ഇതിക്കപ്പുറം യൂസ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന കൂടെ നമുക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. ഓക്കെ.